ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കയ്യിലൊക്കെ മൈലാഞ്ചിയൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം ഈദിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ ഇത് ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഈദിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ഷേസക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഷേസ പുറത്തിറങ്ങിയിട്ടില്ല. ഷേസക്കൊരു കമ്മലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തേക്ക് വലിയ പെരുന്നാളിൻ്റെതാകുമ്പോൾ കുറച്ചും കൂടെ നേരത്തേക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഷേസക്ക് പനിയൊക്കെ നല്ലോണം കൂടിയിട്ട് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലോണം ലേറ്റായി. അപ്പോൾ ഇത് നമ്മൾ ഈദിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാലൊന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാബുനരി അല്ലെങ്കിൽ സാബുദാന വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മേഘ്ന ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആവശ്യം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേസി ഉമ്മ അവിടെ കിച്ചണിൽ വന്നിരുന്ന് മൈലാഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഷേസിൻ്റെ പനി ഒന്ന് കുറഞ്ഞപ്പോൾ എൻ്റെ കൈത്ത് ഇതുപോലെ ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരമൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ്. മേഘ്ന ബിരിയാണിയിലേക്കുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 മുട്ട, പിന്നെ കുറച്ച് കോൺഫ്ലോർ, പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കാരമൽ പായസത്തിലേക്കുള്ള കാരമൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തീരെ ഇളക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ സാബുനരി അപ്പുറത്തും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് മേഘ്ന ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ക്യാരറ്റ് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് സാബുനരി വേവിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കാൻ നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ചിക്കൻ ഇതാ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ഇതാ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബിരിയാണിയിലേക്കുള്ള സവാളയും അതുപോലെ തന്നെ സാലഡിലേക്കുള്ള വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ബിരിയാണിയിലേക്ക് സവാള ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഞാനിവിടെ 5 സവാളയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 4 തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ബിരിയാണിയിലേക്കുള്ള മസാലയിലേക്ക്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഓയിൽ തന്നെ ഈ ഒരു സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് 3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേഘ്ന ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി,
ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. സവാള ഇത് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയം നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അരി കഴുകി ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളുടെ മസാലയിലേക്ക് കുറച്ച് തൈര്, നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് കുറച്ച് വെള്ള കസ്കസ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരച്ച് ചേർക്കണം. അതിനിടയിൽ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാന് ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രാമ്പു, ഏലക്ക, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിയില, കുറച്ച് തൈര്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിന് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതേസമയം നമ്മളുടെ കസ്കസ് അരച്ചെടുത്തിട്ടുണ്ട്. അത് മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മസാല തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മേഘ്ന ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡിലേക്കുള്ള സൂക്കീനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 സൂക്കീനിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഭംഗിക്ക് കൂടെയാണ് 3 കളർ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് പിന്നെ നേരത്തെ നമ്മൾ പായസത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇതിലേക്കുള്ളതും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കിച്ചണിൽ പണിയൊക്കെ കഴിയാനായപ്പം ഏകദേശം എൻ്റെ കയ്യിൽ മൈലാഞ്ചിയും കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണി റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് റൈസിൽ കുറച്ചും കൂടെ വെള്ളം വറ്റി വരാനുണ്ട്. നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി സാലഡിനുള്ള ഡ്രസ്സിങ്ങും കൂടെ ഒന്ന് റെഡിയാക്കാനാണുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് തൈരാണ് കേട്ടോ എടുക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് എടുക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. മിക്സിയിൽ അടിക്കണം എന്നില്ല കേട്ടോ. ഞാൻ തൈര് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ അടിച്ചാണ്. ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ 3 മുളക്. എൻ്റെ കയ്യിൻ്റെ കളറും മുളകിൻ്റെ കളറും ഒരേപോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാലഡ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണക്കമുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തൈര് മിക്സിയിൽ അടിക്കാതെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിൽ നിൽക്കും കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രി തന്നെ റെഡിയാക്കുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഇതിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ ആ ഒരു സാലഡ്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അതിനുശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പോയി കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യമായിട്ട് നേരത്തെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ രാവിലെ സുബഹിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈദിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഷേസൊക്കെ ഉഷാറായി എണീറ്റിട്ടുണ്ട്.
ഷെയ്സ് കാറുന്നാണ് ബന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. ഇത്തവണ ഈദ്ഗാഹ് ഇല്ല, പുറത്ത് അല്ല കേട്ടോ, പള്ളീൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 7 മണിയാകുമ്പോഴത്തേക്കാണ് നിസ്കാരം തുടങ്ങണത്. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂന്മാരൊക്കെ ഫെമിയും മോളിയൊക്കെ വന്നിട്ടുണ്ട്. അതീവ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽക്കേ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. എൻ്റെ കസിൻസും എൻ്റെ വീട്ടിലത്തോരും ഒക്കെ ഈ ഒരു പള്ളിയിൽ തന്നെയാണ് ഈദ് നമസ്കാരത്തിനൊക്കെ വരൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇത്തവണത്തെ ഈദ് ഫോട്ടോ ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലത്തവരുടെ കൂടെയുള്ള ഫോട്ടോ അധികം ഫുള്ള് എല്ലാവരുടെയും കൂടെ ഉണ്ടാവലില്ല. അപ്പോൾ ഇത്തവണ ഇവിടെ നിന്ന് തന്നെ പള്ളിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് അതും കിട്ടി കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ നമ്മൾ വീട്ടിലത്തെ ഫോട്ടോയും കൂടെ എടുത്തു. അങ്ങനെ അതാണ് ഈദ് ഫോട്ടോസ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഷാമ്പെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസമ്പി കട്ട് ചെയ്തെടുക്കുകയാണ്. മുസമ്പി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പുതിന ഇട്ടിട്ടുണ്ട്, പഞ്ചസാരയും പിന്നെ നാരങ്ങ പിഴിഞ്ഞും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് സോഡയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഷാമ്പെയിൻ റെഡിയായി. പിന്നെ റൈസും മസാലയൊക്കെ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തലേദിവസം രാത്രി ഉണ്ടാക്കിയത്. നമ്മളുടെ മേഘ്ന ബിരിയാണി ഇതുപോലെയാണ് കേട്ടോ സെർവ് ചെയ്യുക. അടിയിൽ റൈസും മുകളിൽ ചിക്കൻ മസാലയും ഇട്ടിട്ട് കുറച്ച് മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് മേഘ്ന ബിരിയാണി സെർവ് ചെയ്യുക. പിന്നെ നമ്മളുടെ സാലഡ് നന്നായിട്ട് അതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പപ്പടം കൂടെ പൊരിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം 9:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേസരി ഉണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സംഭവം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞങ്ങളും ഉമ്മ കുറച്ച് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കിയിട്ടേ ഉള്ളൂ. ഉമ്മയും ഉപ്പയൊക്കെ പിന്നെ ഉച്ചക്കാണ് ശരിക്ക് ഫുഡ് കഴിച്ചത് കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കും ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുകയാണ്. ഇത്തവണ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കേസരി ചൂടുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കിയത്. സംഭവം അന്നത്തെ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു. ചൂടുള്ളത് മഴയല്ലേ, ചൂടുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതും കൊണ്ട് കൊടുത്ത് വന്നു. അതിന് ശേഷം അവിടെ മോളിയും ഫെമിയും എൻ്റെ ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പായസമൊക്കെ കൊടുത്തു. പിന്നെ അവർ നമ്മളുടെ മേഘ്ന ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അതിനുശേഷം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റത്. അപ്പോൾ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണയും ഉമ്മാൻ്റെ വീട്ടിലെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉപ്പ വന്നിട്ടില്ലായിരുന്നു. ഉപ്പാനെ രാവിലെ കണ്ടും ചെയ്തു. ഇനി ഉമ്മാനെ എൻ്റെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഉപ്പാനെ കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പം ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം ഇത്തവണയും തറവാട്ടിലെല്ലാവരും കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഉമ്മ വൈകുന്നേരം വിളിച്ചിട്ടാണ് പറയണത്. എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പറയണത് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മാൻ്റെ വീട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കസിൻസും ഞങ്ങളും ഭയങ്കര കത്തിയടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇത്തവണ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ആൾക്കാരൊന്നുമില്ല, കുറച്ച് കസിൻസൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്തവണത്തെ ഈദ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.